സൂത്ര തീരെ വയ്യ, വല്ലാത്ത ക്ഷീണം. വരകളിലൊക്കെ ചൊറിച്ചിലുണ്ട്. അതെന്താ സൂത്ര? അതെന്താണെന്ന് എനിക്കും അറിയില്ല. എനിക്ക് വരയില്ലല്ലോ. താൻ പോയി മൂങ്ങ വൈദ്യരെ കാണടോ. ആ ശരി, വൈദ്യരെ കണ്ടു. ഒരു മരുന്ന് പാത്രം വേണം. പാത്രം ഇവിടെയുണ്ട്, തരാം. ഏതെങ്കിലും പാത്രമല്ല, നീല വരെയുള്ള മത്തങ്ങയുടെ തോട് കൊണ്ടുണ്ടാക്കിയ പാത്രം തന്നെ വേണം. അതിവിടെ ഇല്ല, വേറെ ആരോടെങ്കിലും ചോദിക്ക്. എനിക്ക് തീരെ വയ്യടോ. എന്നാൽ താനിവിടെ ഇരി, പാത്രം ഞാൻ സംഘടിപ്പിക്കാം. നീല വരെയുള്ള മത്തങ്ങയുടെ തോടിൻ്റെ പാത്രമല്ലേ? ആ അതെ. എത്ര തവണ മരുന്ന് കഴിക്കാനാ വൈദ്യര് പറഞ്ഞത്? ഒരു തവണ കഴിച്ചാൽ മതി. ഓ ഓ ശരി. ആമത്തോടിൻ്റെ ഒരു പാത്രം തരാം, നീലവര നിങ്ങൾ വരച്ചോ. അത് പറ്റില്ല. എൻ്റെ അപ്പൂപ്പൻ്റെ കയ്യിൽ അങ്ങനെ ഒരു പാത്രം ഉണ്ടായിരുന്നു. എങ്കിൽ അപ്പൂപ്പനോട് ചോദിക്ക്. പക്ഷേ അപ്പൂപ്പൻ ഞാൻ ജനിക്കും മുമ്പ് ചത്തു. അപ്പൂപ്പനെ വേണ്ട, പാത്രം മതി. പക്ഷെ പാത്രം അതിനു മുമ്പ് പൊട്ടി. 7 മലകൾക്കപ്പുറം 7 പുഴകൾക്കപ്പുറം അങ്ങനെ ഒരു പാത്രമുണ്ടെന്ന് ഉണ്ടോ? ഒരു മുത്തശ്ശിക്കഥയിൽ കേട്ടിട്ടുണ്ട്. അണ്ണാങ്കട്ട, മരുന്ന് മാത്രം കിട്ടുന്ന ലക്ഷണമില്ല. കടിയൻ്റെ ഗുഹയിൽ അങ്ങനെ ഒരു പാത്രം കണ്ടിട്ടുണ്ട്. പോയി ചോദിച്ചു നോക്കാം. ചേട്ടാ, നീല വരെയുള്ള മത്തങ്ങ പാത്രം ഒന്ന് തരാമോ? പറ്റില്ല, മോൻ കളിക്കുന്ന പാത്രമാ. ഷേരുവിന് ഒരു മരുന്ന് കഴിക്കാനാ, കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു തരാം. വേഗം തരണം. ഓ, ഒരു വിധത്തിലാ പാത്രം കിട്ടിയത്. വേഗം മരുന്ന് കഴിക്ക്. താനത് തിന്നോ? മരുന്ന് പാത്രമാണെന്ന് പറഞ്ഞില്ലേ, എന്ന് വച്ചാൽ പാത്രം തന്നെയാടോ മരുന്ന്. എൻ്റെ കാട്ടുമുത്തപ്പ.